പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച്. മമ്മൂട്ടിയെക്കുറിച്ച് ഇവിടുത്തെ മലയാളികളധികം സംസാരിക്കുന്നത് ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ഹിന്ദിയിൽ അഭിനയിച്ചാൽ വിജയിക്കണ്ടേ? ഇങ്ങനെ ഒരു പദവി കൊടുത്ത നടന് മമ്മൂട്ടി ഹിന്ദിയിൽ അഭിനയിച്ച പടമാണ് ധർത്തി പുത്ര എന്നുള്ള പടം, 8 നിലയിൽ പൊട്ടിയ പടം. പിന്നീട് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുന്നത് അംബേദ്കർ ആർട്ട് ഫിലിമാണ്, അത് സാറിലാന്ന് വിചാരിക്കുക. പിന്നെ വേറെ ഏത് പടത്തിലാണ് മമ്മൂട്ടിനെ പിന്നെ ആരെങ്കിലും ഹിന്ദിയിലേക്ക് ക്ഷണിച്ചത്? ഈ ആകെ ഒരു ധർത്തി പുത്ര അഭിനയിച്ച നടനെയാണ് ഈ പറയുന്നത്. മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ 8-ാം പടത്തിൽ അഭിനയിക്കുന്ന നടനാണ് ഈ പദവി കൊടുത്തിരുന്നത്, ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. അതുപോലെ മോഹൻലാലിൻ്റെ കാര്യം പറയാം. മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയും. കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പോലും വിജയിക്കട്ടെ. മോഹൻലാലിൻ്റെ സ്വന്തം സംവിധായകനായ പ്രിയദർശൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്ത ആളാകാൻ പോകുന്നുണ്ട്. ഒരു പടം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദി പിക്ചറിൽ ഇതുവരെ അവിടെ അനിൽ ധവാനല്ല, വേറൊരു ധവാനുണ്ട്, ധവാൻ്റെ പേര് മറന്നു. അനിൽ ധവാൻ നടനാണ്, അതുപോലത്തെ അനിൽ ധവാൻ്റെ ഏട്ടനായിട്ടാണ് ഇത്. അപ്പോൾ ഈ ധവാനാണ് ഏറ്റവും കൂടുതൽ അവിടെ സംവിധാനം ചെയ്തത്. ഇനി ഒരു സിനിമയും കൂടി പ്രിയദർശൻ സംവിധാനം ചെയ്താൽ ഹിന്ദി പിക്ചറിൽ ഏറ്റവും കൂടുതൽ സംവിധാനം ചെയ്ത സംവിധായകൻ പ്രിയദർശനാവും. ആ പ്രിയദർശൻ മോഹൻലാലിനെ ഒരു പടത്തിൽ പോലും ഇന്ത്യയിൽ നായകനാക്കിയിട്ടില്ല. മലയാളത്തിൽ എല്ലാ പടത്തിലും മോഹൻലാലിനെ നായകനാക്കുന്ന പ്രിയദർശൻ ഒരു ഹിന്ദി പടം പോലും മോഹൻലാലിന് കൊടുത്തിട്ടില്ല. അറിയാം, ഹിന്ദി പടത്തിൽ മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച പടം പൊട്ടുന്നു. മോഹൻലാൽ ഇന്ത്യയിൽ നായകനായിട്ട് അഭിനയിച്ച ഒരു പടവുമില്ല. അപ്പോൾ ഇത്രയും വലിയ നടനെ മോഹൻലാൽ അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുപോയി അഭിനയിപ്പിച്ചിട്ട് വിജയിപ്പിക്കണ്ടേ? പ്രിയദർശൻ പോലും സ്വന്തം സുഹൃത്ത് പോലും ഒരു ചാൻസ് കൊടുക്കുന്നില്ല നായകനായിട്ട്. അതുപോലെ മമ്മൂട്ടിക്ക് സ്വന്തം സംവിധായകനായ ജോഷി ഇന്ത്യയിൽ എടുക്കുമ്പോൾ മമ്മൂട്ടിനെ എടുക്കൂല. വേറെ ആരെങ്കിലും ധർമ്മേന്ദ്രനെ, രാജേഷ് ഖന്നനെല്ലാം എടുക്കാം. ജോഷിയുടെ ഹിന്ദി ഫിലിമാണ് ന്യൂഡൽഹി ഇന്ത്യയിലെടുത്തേരോ മമ്മൂട്ടിനെ തന്നെ അഭിനയിപ്പിച്ചാൽ പോരാ. അങ്ങനെയെങ്കിൽ ജിതേന്ദ്രനെ അഭിനയിച്ച്, കാരണം മമ്മൂട്ടി അഭിനയിച്ച പടം പൊട്ടുമെന്ന് അറിയാം. ഈ ഫേസ് ഓഫ് ഇന്ത്യ ഹിന്ദി പിക്ചറിൽ അഭിനയിക്കുമ്പോൾ പടം പൊട്ടും, കംപ്ലീറ്റ് ആക്ടർ ഇന്ത്യയിൽ അഭിനയിക്കുമ്പോൾ പൊട്ടും. അപ്പോൾ ഇവിടെ വെറുതെ ഇങ്ങനെ ഓരോ പദവി ഇങ്ങനെ ഒന്ന് കൊടുക്കലാണ്. സത്യത്തിൽ ഇവർ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമയല്ല, കംപ്ലീറ്റ് ആക്ടറും അല്ല, മെഗാസ്റ്റാറും അല്ല, ഒരു സൂപ്പർ സ്റ്റാറും അല്ല, ഒന്നുമല്ല ഇവർ. ഇതൊരു മലയാളത്തിൽ ഒരു കൊന്തുമല്ല ഇവർ. അപ്പോൾ ഇവരെ വെറുതെ ഇടുന്ന പദവി കൊടുക്കൽ, അങ്ങനെ എന്തെല്ലാം പദവി ആൾക്കാർക്ക് കൊടുക്കുക? പദവി അങ്ങനെ ഒന്ന് ഇന്ത്യയിൽ പോയിട്ട് അഭിനയിച്ചിട്ട് കാണിക്കുക, ഹിന്ദി പിക്ചറിൽ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് പടം വിജയിപ്പിക്കുക. ഇല്ല, നിങ്ങളെ സ്വന്തം സുഹൃത്തുക്കൾ ഹിന്ദി പിക്ചർ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുക. അയവിശേഷി ഹിന്ദി പിക്ചറിൽ പോയിട്ട് കുറേ എടുത്തിട്ട് മമ്മൂട്ടിനെ അഭിനയിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് മമ്മൂട്ടിനെ മലയാളത്തിൽ എടുക്കുന്ന ആളാണ് പിന്നെ അയവിശേഷി. ഹിന്ദിയിൽ പോകുമ്പോൾ കമൽഹാസൻ എടുക്കും. സനം തെരി കസ് എന്ന് പറഞ്ഞ പടം അത് അയവിശേഷിയാണെന്ന് തോന്നുന്നു. അത് ഇന്ത്യയിലെടുത്തിട്ട് കമൽഹാസനെ കൊണ്ട് അഭിനയിപ്പിച്ച്. അതേപോലെ മമ്മൂട്ടിനെ കാണാൻ മറയത്തെന്നുള്ള പാടെ ഇന്ത്യയിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ മമ്മൂട്ടിനെ ഇന്ത്യയിൽ അഭിനയിപ്പിച്ചിട്ടില്ല. രാജേഷ് ഖന്നയാണ് ഇന്ത്യയിൽ അഭിനയിച്ച്, അനോഗരിസ്ത എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മമ്മൂട്ടിനെ തന്നെ ഇന്ത്യയിൽ അഭിനയിപ്പിച്ചാൽ പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ മാത്രം അറിയപ്പെടുന്ന നടനാണ്. ഇവർ കംപ്ലീറ്റ് ആക്ടറും അല്ല, ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമയിലും ഒന്നുമല്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.